ഹിരൺ ദാസ് മുരളി അല്ലെങ്കിൽ കുറച്ചുകൂടെ അറിയാൻ വേണ്ടി വേടൻ ആ ഒരു പേരിലാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ വേടനുമായി ബന്ധപ്പെട്ട് കുറേ അധികം പ്രശ്നങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ നിഴലിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം മുക്തി നേടി വീണ്ടും ബാക്ക് ടു സ്റ്റേജ് ആൾ വരാൻ തുടങ്ങി. ആളുകളെല്ലാം ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. എന്നിരുന്നാലും ഈ ഒരു പ്രശ്നങ്ങൾ വേടനിൽ നിന്ന് മാറുന്നില്ല അല്ലേ ശരി? ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നടന്ന സംഭവം എന്ന് പറയാമോ? നമ്മുടെ വേടൻ ഇപ്പോൾ പൗർണമി പറഞ്ഞ പോലെ ഹിരൺദാസ് മുരളി എന്ന് പറഞ്ഞാൽ മിക്കവർക്കും അറിയില്ല. വേടൻ എന്ന് പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തെ അറിയത്തുള്ളൂ. അദ്ദേഹം കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ന്യൂ ജനറേഷൻ്റെ ഇടയിലൊക്കെ ഭയങ്കര ഫേമസ് ആണെങ്കിലും അത് മൊത്തത്തിൽ ഓൾ മലയാളീസിൻ്റെ ഇടയിൽ ഫേമസ് ആയി തുടങ്ങിയത് എനിക്കൊന്ന് കഞ്ചാവിൻ്റെ കേസ് തൊട്ടാണ്. സർക്കാർ അല്ലെങ്കിൽ പോലീസ് എക്സൈസ് അദ്ദേഹത്തെ പിടിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കഞ്ചാവുണ്ടെന്ന് അറിയപ്പെടുകയും അതിൻ്റെ പേരിൽ കൊണ്ട് കോലാഹലങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അതൊക്കെ ഒന്ന് താന്നു, സർക്കാർ അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നു, തോളിൽ കൈയിട്ടുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി പരിപാടികൾ അവതരിപ്പിക്കാൻ കൊണ്ടുപോകുന്നു. പറഞ്ഞ അതെ, ആ ഒരു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പല കാര്യങ്ങളും. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു അംഗീകാരം വന്നിട്ട് പോലും അത് എന്തിനു ചെയ്തു, എന്തിനു കൊടുക്കുന്നു എന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രമുഖ സാറ്റലൈറ്റ് മാധ്യമത്തിൽ വന്നിരുന്നുകൊണ്ട് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായിട്ടിരുന്നുകൊണ്ട് ചെറിയൊരു ചർച്ച പോലെ ഒരു ഇന്റർവ്യൂ നമുക്ക് അതിനെ പറയാൻ പറ്റില്ല, കുറെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വിഷയം, അദ്ദേഹത്തിന് രാമനെ അറിയില്ല, രാവണനെയാണ് അറിയുള്ളൂ. കാരണം അദ്ദേഹം പറഞ്ഞൊരു ധ്വനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയ് ശ്രീരാം എന്ന് ഉപയോഗിക്കുന്നത് പാവങ്ങളെ തല്ലാനും മതം പറയാനും മത ഭ്രഷ്ടുണ്ടാക്കാനും അല്ലെങ്കിൽ തീവ്രവാദത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, മത തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അതായത് രാഷ്ട്രീയമാണ്, അത് പൊളിറ്റിക്സ് ആണ്, ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇന്ത്യക്കാരനാണ്, അമ്മ ശ്രീലങ്കൻ എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇന്ത്യക്കാരനാണ്. അപ്പോൾ അത് ഇന്ത്യനാണ്, അദ്ദേഹത്തിൻ്റെ പൗരത്വം ഇന്ത്യനാണ്. വർഷങ്ങൾക്ക് മുമ്പ് 2 കൈ നീട്ടി ഈ പറയുന്ന ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആളെ നമ്മൾ ഇന്ത്യക്കാരായിട്ട് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇവിടെ വളരാനും പാട്ടുകൾ എഴുതാനും ഇത്ര സ്വതന്ത്രമായിട്ട് ജീവിക്കാനും ഇതെല്ലാം കൊടുത്ത് ഇന്ത്യ ആയിട്ടും അദ്ദേഹത്തിന്റെ ഒരു അംഗീകാരം, അതായത് നമ്മൾ ഒരു സാധാരണക്കാരനിൽ നിന്ന് ടോപ്പിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. മറിച്ച് ഒരു ഗാനമേളയ്ക്ക് പാടുന്ന ഒരു ഗായകനായിട്ടോ അല്ലെങ്കിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടോ ആണ് വേടൻ നിന്നിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റേജ് ഷോയ്ക്ക് അദ്ദേഹം 6 ലക്ഷം മേടിക്കുന്നു, വിദേശ ഷോയ്ക്ക് 15 ലക്ഷം മേടിക്കുന്നു. ഇതൊക്കെയാണ് പ്രശ്നം. ഇതൊക്കെ മാത്രമല്ല പ്രശ്നം, ഇത് ഒരു പ്രമുഖ ഗായകനോ അല്ലെങ്കിൽ കുറച്ച് ഉന്നതിയിൽ ഇരിക്കുന്ന ഒരു ഗായകനോ സംവിധായകനോ ഒക്കെ വാങ്ങിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു സിത്താര കൃഷ്ണമൂർത്തിയോ, പേര് തന്നെ പറയാലോ, സിത്താര കൃഷ്ണമൂർത്തി വിധുപ്രതാവാണ് ഇത് വായിക്കുന്നെങ്കിൽ ആർക്കും പ്രശ്നമില്ല. മറിച്ച് ഇത് വേടൻ വായിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് പ്രശ്നമാകുന്നത്? അപ്പോൾ അവിടെ ജാതി അവിടെ ഒരു പ്രശ്നമാണ്. അത് തന്നെയാണ് വേടൻ തൻ്റെ പാട്ടുകളിലും പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ദളിതനാണ്, അദ്ദേഹം പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടതാണ്, അദ്ദേഹം റെയിൽവേ കോളനിയിലും അദ്ദേഹം തെരുവിലുമാണ് വളർന്നത്. സോ ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉയർന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഒരാൾ നന്നായിട്ട് പഠിക്കുന്നു, ഇവൻ അത്രയും പോലും ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ചിട്ട് പോലും ആ ഒരു ഒപ്പം എത്താൻ സാധിക്കുന്നില്ല. അത് അവൻ്റെ ജീവിത സാഹചര്യവും DNA ആണെന്നാണ് വേടൻ പറയുന്നത്. എൻ്റെ DNA അതില്ല, പഠനമില്ല. അതുകൊണ്ടാണ് എനിക്ക് അയാൾ ഒരു രാത്രി കൊണ്ട് പഠിച്ച് ഓർമ്മയിൽ നിർത്തുന്നത് ഞാൻ 100 രാത്രി നിന്ന് പഠിച്ചാലും ഓർമ്മയിൽ നിർത്താൻ സാധിക്കാത്തതെന്ന് വേടൻ പറയുന്നു. അതൊക്കെ ഒരു സത്യമല്ലേ? അദ്ദേഹത്തെ മൈക്കൽ ജാക്സണുമായിട്ട് കമ്പയർ ചെയ്തു, അത് ചിലർക്ക് സഹിക്കുന്നില്ല, അതിരുന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു ജാതി പ്രശ്നമല്ലേ ശരിക്കും പൗർണമി? തീർച്ചയായിട്ടും. നമ്മുടെ ഇവിടെ കാലാകാലങ്ങളായിട്ട് ജാതി പറയരുതെന്നും ജാതിയെക്കുറിച്ച് സംസാരിക്കരുത് എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ എങ്കിൽ എന്തിനാണ് ജാതി എന്ന് ചോദിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷേ ഇതിനിപ്പം 2 സൈഡിൽ നിന്നും 2 വശങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ആധികാരികമായിട്ട് അതിനെപ്പറ്റി പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന വ്യക്തി, ആ ആള് തനിക്ക് പറയാനുള്ള, അതായത് ഇപ്പം കൊലപാതകങ്ങളും ഒക്കെ ആണല്ലോ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഒരു ചെറിയ പകാദേഷ്യം. ഈ പറയുന്ന വ്യക്തി, അതായത് ഈ പറയുന്ന വേടൻ എന്ന് പറയുന്ന ആളുടെ മനസ്സിലേറ്റ മുറിവുകൾ, ചെറിയ കാലം തൊട്ട് മനസ്സിലേറ്റ മുറിവുകളാണ് അദ്ദേഹം തൻ്റെ തൂലികയിലൂടെ അല്ലെങ്കിൽ തൻ്റെ പേനയിലൂടെ അല്ലെങ്കിൽ വാക്കുകളായിട്ട് പുറത്തേക്ക് വരികയും അതിനെ ഓരോ മനുഷ്യരുടെ ഓരോ രീതിയാണ്, അത് വളരെ വിപ്ലവകരമായിട്ട് പാട്ടിലൂടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കഴിവ് തന്നെയാണ്. അതിനെ നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. അതിനകത്ത് ജാതിയോ മതമോ നോക്കിയിട്ടൊന്നും അത് കണ്ടിട്ട് ഈ ഇത്രയും സഹിക്കാനാവാത്തതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ പഠിക്കാൻ അല്ലെ, കോളേജിൽ പഠിക്കാൻ വേണ്ടി ഈ വേടൻ്റെ ഒരു സംഭവം അല്ലെങ്കിൽ വേടൻ്റെ പോർഷൻ വന്നതാണല്ലോ ഇപ്പോൾ വീണ്ടും ചർച്ചകൾക്കൊക്കെ ഒരു വഴിയൊരുക്കിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിനകത്ത് ആ ചർച്ചയ്ക്കിരിക്കുന്ന പലരും ചോദിക്കുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട്, മൈക്കിൾ ജാക്സന്റെ വരികളുമായിട്ട് കമ്പയർ ചെയ്യാൻ മാത്രം എന്താണ് വേടൻ്റെ വരികളിലുള്ളത്? അതായത് വേടൻ്റെ വരികൾ എന്ന് പറയുന്നത് ഇപ്പം ഹൈ സ്റ്റാൻഡേർഡ് വേർഷൻ ഓഫ് മലയാളം അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ വ്യക്തിക്ക് എന്താണോ എഴുതാൻ തോന്നിയത് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ആ വ്യക്തി എഴുതി. പക്ഷേ അത് പഠിപ്പിക്കാൻ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി നല്ല ബോധ്യമുള്ളവരല്ലേ ശരിയ? അവരിത് തീർച്ചയായിട്ടും പരിശോധിച്ച ശേഷമായിരിക്കുമല്ലോ
പാഠ്യഭാഗത്തിൽ ഉൾപ്പെടുത്തിയത്. ശരിക്കും ഈ ആളുകൾക്ക് ഇത്രയും അസഹിഷ്ണുത ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ശാരിക ഇപ്പോൾ സൂചിപ്പിച്ചതുപോലുള്ള ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയുണ്ട്. നമ്മൾ പിന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ അയ്യങ്കാളി ആണെങ്കിലും അല്ലെങ്കിൽ അതുപോലുള്ള വലിയ മനുഷ്യരെല്ലാം ഇപ്പോൾ ഇത്രയധികം പല കാര്യങ്ങളിലും അവർ കൊണ്ടുവന്നിട്ടുള്ള വിപ്ലവകരമായ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് അവർ കാരണമായിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ അത് അംഗീകരിച്ചത് കൊണ്ടല്ലേ ഇനിയും അത്തരത്തിലുള്ള ആളുകൾ വരണമെങ്കിൽ, ഈ ജനറേഷനിലുള്ള ആരെങ്കിലും ആ ഒരു രീതിയിലേക്ക് ഉയരണമെങ്കിൽ ഈ ജനറേഷനിലുള്ള ആളുകൾ അവരെ അംഗീകരിച്ചാൽ മാത്രമല്ലേ ഇനിയുള്ള വർഷം അല്ലെങ്കിൽ ഇനിയുള്ള തലമുറയ്ക്കും ഇതുപോലുള്ള ആളുകളും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നുള്ളൂ അല്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ശാരിക, തീർച്ചയായിട്ടും. എന്തായാലും വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ ഇത്രയും വിവാദങ്ങളിലേക്ക് വലിച്ചിട്ടപ്പോൾ ഇത്രയൊക്കെ പൊള്ളുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെയോ കണ്ണൂർ സർവകലാശാലയുടെയോ പാഠ്യപദ്ധതിയിൽ ഇന്ന സ്റ്റഡീസിൽ, അതായത് ഇങ്ങനെയുള്ള നാടൻ പാട്ടുകളുടെ സ്റ്റഡീസിലേക്ക് ബിരുദ വിദ്യാർത്ഥികൾ 4ാം സെമസ്റ്ററുകാരുടെ എന്തോ സ്റ്റഡീസിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. സോ അങ്ങനൊരു വിഷയം വരുമ്പോൾ എന്തിനാണ് ഇത്ര ചർച്ചകളൊക്കെ വെച്ച് ഇത് വിവാദമാക്കേണ്ട ഒരു ആവശ്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നമ്മളത് കേട്ടിടത്തോളം അതിനെക്കുറിച്ച് പഠനം നടത്തുന്നതോളം ആഴങ്ങളിൽ ഇത് കേൾക്കുന്തോറും നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ ജാതിയാണ് അവിടുത്തെ പ്രശ്നം. അദ്ദേഹം ഒരു ദളിതനായതാണ്. ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ മറ്റേ നവോത്ഥാന നായകന്മാരാണ്, നമ്മൾ ഭയങ്കര പരിഷ്കർത്താക്കളാണെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറയപ്പെടുന്ന സംഭവം കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത് വിവാദമായി മാറുന്നത്. അല്ലെങ്കിൽ കൊള്ളാം, നല്ലതാണ്, വേടൻ അദ്ദേഹത്തിന്റെ വരികൾ കുറച്ചുകൂടെ ഒന്ന് മോൾഡ് ചെയ്താൽ അത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താം. കലാഭവൻ മണിയുടെ നാടൻ ശീലുകൾ, അതെന്തുകൊണ്ടാണ്? അത് നാടൻ പാട്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അന്നത്തെ പാണനും പുലേനും അനുഭവിച്ചാണ് കലാഭവൻ മണി പറയുന്നത്, മുമ്പായി കുച്ചാണ്ടി പാണം കത്തണുമ്മ. അത് അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളാണ്. അദ്ദേഹം പട്ടിണി കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ പാടിക്കൊടുത്ത പാട്ടാണ് അദ്ദേഹം എഴുതിയത്. അത് ഭയങ്കര ഹിറ്റാണ്. കലാഭവന്റെ നാടൻ പാട്ടുകൾ ഇന്നും ഹിറ്റാണ്. അതുപോലെ തന്നെയാണ് വേടൻ അദ്ദേഹത്തിന്റെ അനുഭവം, ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളിൽ നിന്നാണ് ഈ വരികൾ എഴുതിയിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം വായനാശീലമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം രാഷ്ട്രത്തെ നോക്കി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ശ്രീരാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം അറിയില്ല എന്ന് പറഞ്ഞത്. ദൈവം എന്ന നിലയിൽ, നന്മ എന്ന നിലയിൽ അദ്ദേഹം ശ്രീരാം എന്ന് കേട്ടിട്ടില്ല, മറിച്ച് അത് തിന്മ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അത് ശരിക്കും രാവണൻ എന്ന് പറയുമ്പോൾ രാവണനാണ് നമ്മളെപ്പോഴും തിന്മയായിട്ട് കണ്ടിരുന്നത്. പകരം അതിലും എത്രയോ നല്ലവനാണ് രാവണൻ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ശ്രീരാം എന്ന് പറയുമ്പോൾ പിന്നെ മത തീവ്രവാദവും അല്ലെങ്കിൽ ആൾക്കാരെ ഇപ്പൊ ഗുജറാത്ത് കലാപങ്ങൾ പോലുള്ള കലാപങ്ങൾ എടുക്കുമ്പോൾ അതായത് ജയ് ശ്രീരാം എന്ന് പറഞ്ഞിട്ടാണ് അന്യമതസ്ഥരെ ആക്രമിക്കുന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ കേട്ടിട്ടുണ്ട്, അതൊരു റിയാലിറ്റിയാണ്, ഇറ്റ്സ് നോട്ട് എ റീൽ. അതാണ് വേടൻ അവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സിലാക്കാൻ അറിയാഞ്ഞിട്ടല്ല, പകരം വേടന്റെ ജാതി, വേടന്റെ നിറം, ഇതൊക്കെ അവിടെ ചവിട്ടി താഴ്ത്തപ്പെടണം. ഒരാൾ ചോദിക്കുന്ന കേട്ടോ ഒരു ചർച്ചയിൽ നിന്ന്, ഇയാളുമായിട്ട് എങ്ങനെയാണ് മൈക്കിൾ ജാക്സനെ കമ്പയർ ചെയ്യാൻ പറ്റുക? മൈക്കിൾ ജാക്സൺ അന്ന് ടോപ്പിൽ ഇരിക്കാറ്. എന്താണ് മൈക്കിൾ ജാക്സൺ? ആരായിരുന്നു മൈക്കിൾ ജാക്സൺ? കറുത്തവർഗ്ഗക്കാരനായിരുന്നു. അന്ന് എന്താണ് കറുത്തവർഗ്ഗക്കാരൻ അമേരിക്കയിൽ അനുഭവിച്ചിരുന്നത്? അല്ലെങ്കിൽ ലോകം മുഴുവനും കറുത്തവർഗ്ഗക്കാർ നീഗ്രോസ് അനുഭവിച്ചിരുന്നത് അതിക്രൂരമായ പീഡനങ്ങളാണ്. അതിൽ നിന്നാണ് മൈക്കിൾ ജാക്സൺ ഒരു വെള്ളക്കാരനെ പോലെ ഒരു. എന്നിട്ട് മൈക്കിൾ ജാക്സൺ അതിന്റെ ഈഗോ ഉണ്ടായിരുന്നു എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് മൈക്കിൾ ജാക്സൺ കറുത്തവർഗ്ഗ, ഞാൻ ചോദിക്കട്ടെ, ബാരക് ഒബാമ അവളിൽ നിന്ന് വ്യത്യസ്തനാണ്. ബാരക് ഒബാമ ഒരിക്കലും സൗന്ദര്യവർദ്ധനത്തിനായിട്ട് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായി വന്ന ഒരാളാണ്. അമേരിക്കയുടെ ഏറ്റവും നല്ല മന്ത്രിമാരിൽ അല്ലെങ്കിൽ പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു ബാരക് ഒബാമ. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ ആ ഒരു സത്വം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം എന്താണോ അങ്ങനെ തന്നെയാണ് അദ്ദേഹം കോട്ടും സ്യൂട്ടും ഇട്ട് ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ മൈക്കിൾ ജാക്സൺ അങ്ങനെ ആയിരുന്നില്ല. മൈക്കിൾ ജാക്സൺ വെള്ളക്കാരനെ പോലെ ആകാൻ, വെള്ള പൂശാൻ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് സർജറികൾ ചെയ്തുകൊണ്ട് തന്നെ മുഖവും മൂക്കും കണ്ണും എല്ലാം മാറി ഇതുവരെ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി പോലും പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയോ ദുരൂഹത നിറഞ്ഞൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരുന്നു മൈക്കിൾ ജാക്സൺ. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഹീസ് എ യൂണിവേഴ്സൽ സിംഗർ. അദ്ദേഹം ഒരു ലെജൻഡറി തന്നെയാണ്, അതിനുള്ള ഒരു സംശയമില്ല. പക്ഷേ എന്ന് കരുതി ഇനിയൊരു ലെജൻഡ് ഉണ്ടാവാൻ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ജാതി. മറിച്ച് വേടൻ വേറെ ഏതെങ്കിലും ഒരു ജാതി ആയിരുന്നെങ്കിൽ, ഉന്നത കുല ജാതനായിരുന്നെങ്കിൽ ഈ പറയപ്പെടുന്നവരൊക്കെ ഓഹോ വെച്ചേനെ, കൈയടിച്ച് പ്രശംസിച്ചേനെ. പകരം ഇവൻ സർക്കാർ പോലും ഈ ദളിതനെ ചേർത്ത് പിടിക്കുന്നു അല്ലെങ്കിൽ പട്ടികജാതിയെ ചേർത്ത് പിടിക്കുന്നു എന്നൊരു ടാഗ്ലൈൻ വെച്ചിട്ടാണ് ഉള്ള പരിപാടിക്ക് മുഴുവനും വേടനെ കൊണ്ടുവരുന്നത്. പക്ഷേ വേടൻ അതൊന്നും മാറ്റമില്ല. അദ്ദേഹത്തിന് നിലപാടുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ശത്രുത എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. തീർച്ചയായും അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ അക്സെപ്റ്റൻസ് അല്ലേ, ഇപ്പം ഈ ജാതി ഇങ്ങനെ ത്രൂ ഔട്ട് പറയുന്നതിൽ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. അതിപ്പം വേടനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഇപ്പം ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കരുത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വേടന്റെ ഓരോ ഷോകളും ഈ ഫേസ്ബുക്ക് റീൽസിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അതിൽ ഏറ്റവും അത് ഒരു ചെറിയ കുട്ടിയെ പോലും സ്വാധീനിക്കാനുള്ള ഒരു കഴിവ് ഈ വേടനില്ലേ ശാരിക? അതായത് വേടാന്ന് വിളിച്ച് ചെറിയ കുട്ടികൾ വരെ ഭയങ്കര ഫ്രീ ആയിട്ടാണ് കയറി ചെല്ലുന്നത്. അതായത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഒരു സഹോദരനെ പോലെ, അതായത്
പറയാനാണെങ്കിൽ ഒരു 2 വയസ്സ് 3 വയസ്സ് പ്രായമുള്ള സ്വന്തമായിട്ട് സംസാരിക്കാൻ നാവ് ചലിപ്പിക്കാൻ കഴിയുന്ന പ്രായം തൊട്ടുള്ള കുട്ടികൾ ഈ ഷോസിൽ വന്നിട്ട് വേടരെ ഒന്ന് കാണാനാ ഞാൻ വ്യക്തിപരമായി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു നെയിം സ്ലിപ്പ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, കുട്ടികളുടെയൊക്കെ ഫോട്ടോ വെച്ച്. അത്തരത്തില് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചേച്ചിയുടെ മകള് ആ കുട്ടിക്ക് വേടൻ മതി, അതായത് ആ സ്ലിപ്പിൽ പുള്ളിക്കാരിയുടെ ഫോട്ടോയോട് ചേർന്ന് എന്നിട്ട് അവർ ചെയ്തു കൊടുത്തേക്കുക, വേടൻ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് ആ നെയിം സ്ലിപ്പിൽ. അപ്പൊ ഈ മനുഷ്യൻ ഇത്രയും ചെറിയ കുട്ടികളിൽ പോലും ഉണ്ടാക്കുന്ന ഒരു സ്വാധീനം എന്ന് പറയുന്നത്, നമ്മൾ ഈ വലിയ ആളുകൾക്ക് അത്യാവശ്യം പ്രായവും ബുദ്ധിയും ബോധവും ഒക്കെ വരുമ്പോഴാണല്ലോ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ളതും അത്യാവശ്യം നമ്മൾ പറയുമല്ലോ ബോധം വരുന്നത്. പക്ഷെ അങ്ങനെ ബോധമുള്ളവരെക്കാളിലും ബോധം എനിക്ക് തോന്നുന്നു കൊച്ചു കുട്ടികളുടെ മനസ്സിലുണ്ട്. നല്ല തീർച്ചയായിട്ടും. എന്തായാലും വേടൻ വിവാദങ്ങളിലേക്ക് പിന്നെയും വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വേടൻ അന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞോളുക, കുറെ കാലം നിങ്ങളുടെ വാ കഴിക്കുമ്പോൾ നിങ്ങൾ നിർത്തിപ്പിക്കുള്ളൂ, പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ ജോലി നിർത്താൻ പോകുന്നില്ല. തീർച്ചയായിട്ടും വേട മുന്നോട്ട് പോവുക, സധൈര്യം മുന്നോട്ട് പോവുക. നിങ്ങളുടെ കല സത്യമായതുകൊണ്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സത്യമായതുകൊണ്ടും നിങ്ങൾ ഇത്രയും വിനയത്തിൽ ജീവിക്കുന്ന ആളായതുകൊണ്ടും തന്നെയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു.